അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൂറുകാരെ സ്പെഷ്യൽ പാൽപുട്ടും പിന്നെ നമ്മുടെ ചിക്കൻ കറിയും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. കാരണം ചിക്കൻ കറി എൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ ആദ്യം തന്നെ അതാണ്ട് ചട്ടി വെച്ച് എണ്ണ ചൂടായി അതിലോട്ട് ഉലുവ പൊട്ടിക്കാനിട്ട് കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ 2 പീസ് നമ്മളുടെ പട്ട, പിന്നെ ഗ്രാമ്പൂ 2 പീസ് ഗ്രാമ്പൂ, 2 പീസ് ഏലക്ക, ഇതാട്ടോ നമ്മൾ ഇടുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്താണ്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരിക്കലും നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും നമുക്ക് കറിക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ കറിക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ എന്തിനാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത്, അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുക. ഇത് അറിയാത്തവർക്കാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് പറയുന്നത്. അപ്പോൾ താണ്ടേ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ 1.5 മീഡിയം സൈസ് സവോളയും നമ്മൾ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുത്തു. അതിനുശേഷം ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം ഇനിയാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്, മസാലപ്പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ പൊടികളായിട്ട് നമ്മളിവിടെ ചേർക്കുന്ന 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ നമ്മുടെ കാശ്മീർ ചില്ലിയും 1 ടീസ്പൂണും മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീർ ചില്ലി ചേർക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം, മുളക് പൊടിക്കും പച്ചമുളകിനും നല്ല എരിവുണ്ട്. അപ്പോൾ ഇനി സാധാ മുളക് പൊടി തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി എരിവ് കൂടി നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലായി പോവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. കാശ്മീർ ചില്ലി ഇടണമെന്നില്ല. പിന്നെ നമുക്ക് കുറച്ചൊന്ന് കളറും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ നമ്മളുടെ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നല്ലോണം പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ നല്ലോണം ഇതിൽ കിടന്ന് നല്ലോണം ഇളക്കി ഇതിൻ്റെ കളറൊന്ന് മാറി വരും. അതായത് ഒരു വെള്ള കളറായിട്ട് അങ്ങനെ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം നിങ്ങൾ യൂസ് ചെയ്ത്, ഞാൻ മുന്നേ പറയുന്ന ഒരു കാര്യമാണ്. കാരണം പച്ചവെള്ളമല്ല, നമ്മൾ ചൂടുവെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നമ്മളെ കറിക്ക് എന്തോ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നിങ്ങളൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ആണോ നോക്കുക, എന്നിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. ഇനി ഒരു 25 മിനിറ്റ് അവിടെ കിടന്ന് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് പാൽപുട്ടിൻ്റെ പണി നോക്കാം. പാൽപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടുപൊടി ആദ്യം എടുത്തിട്ടുണ്ട്. അതിലോട്ട് പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, പിന്നെ 2 പിടി തേങ്ങയാണ് കേട്ടോ. അതായത് നമ്മൾ കയ്യിലിങ്ങനെ ചുരുട്ടി പിടിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും അത്ര, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. പാല് ഞാൻ ചൂടാക്കുകയൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുട്ടുപൊടി എല്ലാം നല്ലോണം കുഴച്ചതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് നമ്മുടെ പശുനെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നെയ്യൊക്കെ തടവി ഇനി ഇതിലോട്ടാണ് നമ്മളുടെ മിക്സ് ഇടാൻ പോകുന്നത്. അങ്ങനെ ഇട്ടതിന് ശേഷം എല്ലാ സൈഡിലോട്ട് ആവുന്ന വിധത്തിലൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഞാൻ വേറെ നമ്മുടെ ആവിച്ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പ്ലേറ്റ് നമ്മൾ ഈ ഒരു ആവിച്ചെമ്പിലോട്ട് ഇറക്കി വെക്കാം. ഇനി ഏകദേശം ഒരു സമയം പറയണ ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ ഇതിൽ കിടന്ന് ഇനി വേവട്ടെ. അത് അങ്ങനെ വെന്ത് വന്നതിന് ശേഷമുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കട്ട് ചെയ്യാനൊക്കെ. കാരണം നമ്മൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മളെ പോളയൊക്കെ അല്ലേ, ഈ പോളയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യില്ലേ, അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ക്യൂബ് പോലെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്, എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയിലോട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിയും റെഡിയായി. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചിക്കൻ കറി എന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.